കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റ് ജയ്ഷാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർമാനായിരുന്ന ഗ്രെഗ് ബാർക്ലെ ഒരു തവണ കൂടെ ആ സ്ഥാനത്തേക്ക് നിൽക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെയാണ് ജയ്ഷയുടെ പേര് ഉയർന്നു വന്നത്. ICC ചെയർമാൻ സ്ഥാനത്തേക്ക് അടുപ്പിച്ച് 3 തവണ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഗ്രെഗ് ബാർക്ലെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചെയർമാനോട് വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചതിനെ തുടർന്നാണ് ജയ്ഷ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ മകനായ ജയ്ഷ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചാ വിഷയമാകുന്നത് BCCIയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാണ് ജയ്ഷ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത്. അപ്പോൾ ഇനി ആരാവും പുതിയ സെക്രട്ടറി എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിരുന്ന അന്തരിച്ച അരുൺ ജെയ്റ്റ്ലിയുടെ മകനായ രോഹൻ ജെയ്റ്റ്ലി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ജയ്ഷ സ്ഥാനമൊഴിയുന്ന പക്ഷം രോഹൻ ജെയ്റ്റ്ലി ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നേതൃതലത്തിൽ ധാരണയായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുൻ BCCI പ്രസിഡന്റും ICC ചെയർമാനുമായിരുന്ന ജഗ്മോഹൻ ഡാൽമിയയുടെ മകൻ അഭിഷേക് ഡാൽമിയയാണ് ഈ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരാൾ. മുൻപ് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു അഭിഷേക്. എന്നാൽ നിലവിൽ രോഹൻ ജെയ്റ്റ്ലിയുടെ പേരിനാണ് മുൻഗണനയെന്നാണ് വിവരം. ജയ്ഷ സ്ഥാനമൊഴിഞ്ഞാലും BCCI പ്രസിഡന്റ് റോജർ ബിന്നി ഉൾപ്പെടെയുള്ളവർ തലസ്ഥാനത്ത് തുടരുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇപ്പോഴത്തെ ഭാരവാഹികൾക്കെല്ലാം 1 വർഷം കൂടി കാലാവധിയുള്ള സാഹചര്യത്തിലാണിത്. ജഗമോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവർക്ക് ശേഷം ICC ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണ് ജയ്ഷ. ഈ പദവിയിലെത്തുന്ന പ്രായം കുറഞ്ഞ ആളെന്ന റെക്കോർഡും 35-കാരനായ ജയ്ഷയുടെ പേരിലാകും. അതേസമയം നിലവിൽ ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് BCCI സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന രോഹൻ ജെയ്റ്റ്ലി. അഭിഭാഷകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്ന് അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന രോഹനെ ഈ വർഷം ആദ്യം ഡൽഹി കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടിംഗ് കൗൺസിലായി നിയമിച്ചിരുന്നു. 4 വർഷം മുൻപാണ് രോഹൻ ക്രിക്കറ്റ് ഭരണ സമിതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തുടർന്ന് DDCA പ്രസിഡന്റായി നിയമിതനായി. 14 വർഷത്തോളം അരുൺ ജെയ്റ്റ്ലി കൈയാളിരുന്ന സ്ഥാനമാണിത്. തുടർന്ന് ഈ വർഷം ആദ്യം അതേ സ്ഥാനത്തേക്ക് എതിരില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കെയാണ് പിതാവിന്റെ നാമത്തിലുള്ള ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏകദിന ലോകകപ്പിന്റെ ഭാഗമായി 5 മത്സരങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ചത്. ഈ വർഷം ഡൽഹി പ്രീമിയർ ലീഗ് ശക്തമായി സംഘടിപ്പിച്ചതും രോഹൻ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ തന്നെ. മുൻപ് BCCI വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ചരിത്രവും രോഹനുണ്ട്. ഏതായാലും ജയ്ഷ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ BCCI സെക്രട്ടറി സ്ഥാനം രോഹൻ ജെയ്റ്റ്ലി ഏറ്റെടുത്താൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് ഇനി BJP ഭരണമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം.